ഹായ്. BMW M, Audi RS, Mercedes AMG ഇവ മൂന്നും ഈ പറഞ്ഞ ജർമ്മൻ ബ്രാൻഡ്സുകളുടെ പെർഫോമൻസ് ഡിവിഷനാണ്. എന്നാൽ ഇതുപോലൊരു പെർഫോമൻസ് ഡിവിഷൻ നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡിനുണ്ടായിരുന്നു. ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ടാറ്റയുടെ GTP. തമിഴ്നാട് ബേസ് ചെയ്ത JM ഓട്ടോമൊബൈൽസും ടാറ്റ മോട്ടോഴ്സും ചെയ്യുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറായിരുന്നു JTP പ്രോജക്റ്റ്. 2 കാറുകളാണ് അന്ന് വന്നിരുന്നത്, ടിയാഗോ GTPയും ടിഗോർ GTPയും. ഈ 2 വണ്ടികളെയും പവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. 114 bhp, ഒരു 5-സ്പീഡ് മാനുവലും. സസ്പെൻഷനും ബ്രേക്സിലും ടാറ്റ സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടണ്ണിന് പുറത്ത് മാത്രമായിരുന്നു ഈ 2 വണ്ടികളുടെയും ഭാരം. ആൻഡ് ഇതൊരു ഫൺ പാക്കേജ് ആകേണ്ടതായിരുന്നു. പക്ഷേ ഈ ഫൺ അധികം കാലം നീണ്ടു നിന്നില്ല. 2020 സെയിൽസ് വളരെ മോശമായതിനാലും എമിഷൻ നോംസ് വന്നതോടുകൂടിയും പ്രോജക്റ്റ് അവർക്ക് നിർത്തേണ്ടി വന്നു. ഇതിൽ എത്ര പേർക്ക് ടാറ്റ GTP പ്രോജക്റ്റിനെ കുറിച്ച് അറിയാം? നിങ്ങൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. കളിപ്പിള്ളയാണ് നിന്റെയൊക്കെ.